വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തി. വിഷ്ണുവുമായി എലത്തൂർ പോലീസ് സംഘം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ മാതാപിതാക്കൾക്ക് ഒപ്പം മാതാപിതാക്കൾക്കൊപ്പം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുതുവത്സര സമ്മാനമെന്ന് സൈനികൻ വിഷ്ണുവിൻ്റെ അമ്മ ജനൻ ടിവിയോട് പറഞ്ഞു. പുറപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ ഉള്ളൂ. 12:30 പിന്നെ വിളിച്ചില്ല. അതൊന്നും ചോദിച്ചില്ല. നമ്മളെ ഫോണിലല്ല വിളിച്ച, SIന്റെ ഫോണിലാണ്. അപ്പോൾ ചോദിക്കാനുള്ള ഇതൊന്നും കിട്ടിയില്ല. ഇവിടുന്ന് പോയ പോലീസ് സംഘത്തിലുള്ള CSRുമായിട്ട് CSRാണ് എന്നെ വിളിച്ചത്. എൻ്റെ നമ്പറിലേക്ക് അമ്മേൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സേഫാണ്. അപ്പോൾ വിഷ്ണു എന്നോട് സംസാരിച്ചു. നല്ല ഹാപ്പിയിലാണ് സംസാരിച്ചത്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അവനോട് പറഞ്ഞില്ല. കാരണം ഇത്രയും ദിവസം തീയതിൻ്റെ ആയിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം 100 ഇരട്ടി സന്തോഷം ഇവിടെ പോയ പോലീസ് സംഘത്തോടും എല്ലാവരോടും മീഡിയാസിനോട് പ്രത്യേകിച്ച് ഒരുമിച്ച് തീർക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കള് നമ്മളോട് പറയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്തും ചിന്തിക്കാൻ പറ്റുള്ളൂ. ഗോകുൽ കൂടി ചേരുന്നു. ഗോകുൽ, വീട്ടിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിഷ്ണുവിനോട് പോലീസ് ചോദിച്ചപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മാറി നിന്നത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? എന്തുകൊണ്ടാണ് മാറി നിന്നത് തുടങ്ങിയ കാര്യങ്ങൾ വീട്ടിൽ നിന്നുള്ള അച്ഛനും അമ്മയും അവരുടെ പ്രതികരണത്തിൽ അത് മനസ്സിലാകുന്നുണ്ടോ ഗോകുൽ? കഴിഞ്ഞ 14-ാം തീയതിയാണ് വിഷ്ണു പൂനെയിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് വരുന്നതിനിടയിൽ കാണാതാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിലെ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് അച്ഛനോടും അമ്മയോടും വിളിച്ച് സംസാരിച്ചു. SI ആയിട്ടുള്ള സിയാദിൻ്റെ ഫോണിൽ നിന്നാണ് വിഷ്ണുവിൻ്റെ കുടുംബത്തോട് സംസാരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ എന്താണ് പ്രശ്നങ്ങൾ എന്നതിനെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭ്യമല്ല. സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കുടുംബവുമായിട്ട് കൂടി ഡിസ്കസ് ചെയ്യണം, എന്നാൽ നമുക്ക് ഒത്തൊരുമിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള ഒരു ആശയം അദ്ദേഹം മുന്നോട്ടേക്ക് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും വിഷ്ണുവിനെയും കൊണ്ട് എലത്തൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ഒരു അല്പസമയം മുമ്പ് നമ്മൾ വിളിച്ച സമയത്ത് വയനാട് വൈത്തിരി പിന്നിട്ടു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു പൂനെയിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നതിനിടയിൽ വിഷ്ണുവിനെ കാണാതാവുന്നത്. അതായത് 17-ാം തീയതി പൂനെയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഒരു തവണ വിഷ്ണുവിൻ്റെ അമ്മേനെ വിളിച്ച് കണ്ണൂരിലെത്തി എന്ന് പറയുന്നു. പിന്നീടാണ് വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും വിഷ്ണുവിനെ കുറിച്ചൊരു വിവരവും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത്. പിന്നീട് കുടുംബം എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എലത്തൂർ SIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. ഇവിടെ നിന്ന് 3 അംഗ സംഘം പൂനെയിലേക്ക് പോയി അവിടെ വിഷ്ണുവിൻ്റെ ആർമി ബേസിലൊക്കെ പരിശോധന നടത്തുകയും CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തു. പിന്നീട് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കൾ വഴി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരുണ്ട് എന്നും അത്യാവശ്യമായിട്ടുള്ള ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രി 12 മണിയോട് കൂടിയിട്ടാണ് വിഷ്ണുവിനെ കണ്ടെത്തുകയും വിഷ്ണുവിനെ കണ്ടെത്തിയ വിവരം വിഷ്ണു തന്നെ ഇവിടുത്തെ എലത്തൂർ SI ആയിട്ടുള്ള സിയാദിൻ്റെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയുകയും ചെയ്ത് ഞാനിവിടെ സേഫാണ്, നാളെ നാട്ടിലേക്ക് എത്തുമെന്നൊരു കാര്യം മാത്രമാണ് വിഷ്ണുവിൻ്റെ കുടുംബത്തോട് വിഷ്ണു പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഒരു പുതുവത്സരം പിറന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു വാർത്ത നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വിഷ്ണുവിനെയും കൊണ്ടുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തും. മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം മാത്രമായിരിക്കും, തുടർ നടപടികളൊക്കെ അതിനുശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. വിനോദ്, തീർച്ചയായും എലത്തൂരിൽ നിന്ന് കാണാതായ സൈനികൻ വിഷ്ണുവിനെ ബംഗളൂരുവിൽ നിന്ന് കേരള പോലീസ് കണ്ടെത്തി. വീട്ടിൽ അത് മാതാപിതാക്കൾക്ക് അത് വലിയ സന്തോഷ വാർത്തയായി. പുതുവത്സര സമ്മാനം എന്നുള്ള നിലയിലാണ് അമ്മ വിശേഷിപ്പിക്കുന്നത്. വീട്ടിൽ നിന്നും റിപ്പോർട്ട് നൽകുകയായിരുന്നു ഗോകുൽ K. വേണുഗോപാൽ.